ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കനും പൊട്ടോട്ടോയും വെച്ചിട്ട് ഒരു അടിപൊളി ഗ്രിൽ ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി റെസിപ്പി, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാരിനേഷനൊക്കെയാണ് ഇതിന്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഒരു 2 വലിയ ചെറുനാരങ്ങൻ്റെ നീര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി അതൊരു 2 സ്പൂണാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഒഴിക്കുന്നത് മസ്റ്റാർഡ് ക്രീമാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ഹണി, നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ്. 2 ടേബിൾ സ്പൂണ് തേന് ഇതിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, ഇതിനൊരു പ്രത്യേക ഒരു മാരിനേഷനാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും തേൻ ചേർത്താലും മധുരിക്കൂലെന്ന്. അതൊന്നുമില്ല, വളരെ നല്ലൊരു ഫുഡാണ്. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ് ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണോ 1.5 സ്പൂണോ, ഞാനിവിടെ എടുക്കുന്ന കോഴിയുടെ അളവിനനുസരിച്ചാണ്. പിന്നെ 1 സ്പൂണ് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് ഞാനൊരു 3 കോഴി, അത് ഓരോ കിലോൻ്റെ 3 കോഴി വിത്ത് സ്കിന്നാണ് വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ മാരിനേഷനുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോഴി ഇടുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരല്പം പുതിനയുടെ ഇലയും കൂടി നല്ല പൊടിച്ച് വെട്ടിയിട്ട് ചേർക്കണം. ഒന്നുകിൽ പുതിനയുടെ ഇല അല്ലെങ്കിൽ പുതിനയുടെ ഉണക്ക ഇല ഉണ്ടാവും, അത് ചേർത്ത് കുറച്ച് ഓയിലും കൂടി ചേർക്കുക ഈ മാരിനേഷന് വേണ്ടുന്ന മസാലയിൽ. അതിനുശേഷം നമ്മൾ കോഴി വെട്ടി കഴുകി വെച്ചിട്ടുള്ള കോഴി അതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യത്തിനെല്ലാം വളരെ നല്ല കൃത്യമായ രീതിയിൽ തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കണം. ഇതിലേക്ക് തേനും മസ്റ്റാർഡ് ക്രീമും നിർബന്ധമാണ്. ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല, ഞാനൊരു ചട്ടകം വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എരിവിന് കുറച്ച് റെഡ് ചില്ലി പൗഡർ കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ ഒരു 2-3 പച്ചമുളക് നല്ല പൊടിച്ച് വെട്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ. ഞാനൊരു 6 വലിയ പൊട്ടാറ്റോ എടുത്ത് ഒരു എന്താ പറയുക, അതിൻ്റെ കനം കണ്ടല്ലോ, വളരെ കനം കുറച്ചിട്ടാണ് ഞാൻ റൗണ്ടിൽ വെട്ടി വെച്ചിട്ടുള്ളത്. വെട്ടി കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. നമ്മൾ ചിക്കന് ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം എനിക്കിത് 3 പാത്രത്തിലാക്കിയിട്ടാണ് ഞാനിത് വെക്കുന്നത്. കാരണം 3 കോഴി 3 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതിന് ഞാൻ 3 പൈറക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 3 പൈറക്സിനും നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പൊട്ടാറ്റോ നിരത്തി വെക്കുക. ഈ പാത്രത്തിൽ ഓയിലോ അല്ലെങ്കിൽ മറ്റ് സംഗതികളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊട്ടാറ്റോ മാത്രം ഇതിൽ നിരത്തി വെച്ചാൽ മതി. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ പൊട്ടാറ്റോ നിരത്തി വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഓവൻ ഡിഷ് ഒന്നും ചെയ്യുക, ഈ ഓവനില്ലേ, മൈക്രോവേവ് ഓവന് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രില്ല് ഓവന്, അതൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുക, ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഓരോരോ പീസും ചിക്കൻ എടുത്ത് നമ്മൾ ഇതിൽ ഈ പൊട്ടാറ്റോയുടെ മുകളിൽ നിരത്തി വെക്കുക. ഈ ചിക്കന് ഞാൻ സ്കിന്നോട് കൂടിയാണ്, തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ തൊലിയോട് കൂടി എടുത്ത് വെക്കുക. അപ്പോഴാണ് ആ ചിക്കനൊക്കെ ഒരു സോഫ്റ്റ്നെസ്സും ഇതെല്ലാം കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഈ 3 പൈറക്സ് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ ബാക്കി വരുന്ന മസാല ഇതേപോലെ കോഴിയുടെ മുകളിലേക്ക് നമ്മൾ മുക്കി ഒഴിച്ചു കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ചോറിലേക്കോ ചപ്പാത്തിലേക്കോ അങ്ങനെ ഏതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എരിവിന്
കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മൾ കൂടുതൽ മുളക് പൊടി അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ ചില്ലിയൊക്കെ വെട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോരോ പാത്രങ്ങളും ഓവനിലേക്ക് വെക്കുക. ആദ്യം നമ്മൾ ഇത് കവർ ചെയ്യാതെയാണ് വെക്കുന്നത്. ഒരു 10-15 മിനിറ്റ് അതിന് മുകളിലൊന്ന് ബേണായി ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ബേണായി വരുന്നവരെ നമ്മൾ ഓവനിൽ വെക്കുക ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം അത് എടുത്ത് നമ്മൾ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് വെക്കണം. അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്ത് നമ്മൾ വീണ്ടും ഇത് തിരിച്ച് ഓവനിലേക്ക് വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഇത് വീണ്ടും ഓവനിൽ വെക്കണം. എങ്കിലേ നമുക്ക് അടിയിലുള്ള പൊട്ടോട്ടോയും ചിക്കനും ഒരേപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഞാൻ ഈ 3 പൈറക്സും ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചിക്കൻ കൂടുതൽ കരിയാണ്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഞാനിവിടെ 3 കോഴിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കോഴിയോ 2 കോഴിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ വിലപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.